മുഖ്യമന്ത്രി കെ എം മാണിയുടെ വസതിയിലെത്തി മാണിയെ കണ്ടു. കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ഷീജ നൽകും. ഷീജ, കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായത്? പ്രജീഷ്, കെ എം മാണി മന്ത്രിസ്ഥാനം രാജിവെച്ച പശ്ചാത്തലത്തിൽ ധനമന്ത്രിയുടെ ആരാകും പുതിയ ധനമന്ത്രി, ഒപ്പം തന്നെ തോമസ് ഉണ്ണിയാടനും കെ എം മാണിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരുന്നു. എന്നാൽ ആ രാജി സ്വീകരിച്ചില്ല എന്ന് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ധനമന്ത്രി സ്ഥാനത്തെക്കുറിച്ചും പുതിയ ചീഫ് വിപ്പ് സ്ഥാനത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങളും അനിശ്ചിതത്വത്തിൽ ആയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് രാവിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കെ എം മാണിയുടെ ഔദ്യോഗിക വസതിയായ പ്രശാന്തിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഈ വിഷയങ്ങളിൽ അധികമൊന്നും പ്രതികരിച്ചില്ല. തോമസ് ഉണ്ണിയാടന്റെ രാജിക്കാര്യത്തിൽ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തതിനു ശേഷം അതിലൊരു ഉചിതമായ തീരുമാനം കൈക്കൊള്ളും എന്ന് മാത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മുഖ്യമന്ത്രിക്ക് തൊട്ടു പിന്നാലെ മന്ത്രി കെ പി മോഹനും ഒപ്പം മന്ത്രി കെ ബാബുവും കെ എം മാണിയെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കെ ബാബുവിനോട് മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞിരുന്നു. എന്നാൽ കൂടിക്കാഴ്ച തികച്ചും വ്യക്തിപരം മാത്രമാണ് എന്നാണ് കെ ബാബു പ്രതികരിച്ചത്. ഒപ്പം തന്നെ ബിജു രമേശ് കഴിഞ്ഞ ദിവസം കെ ബാബുവിനെതിരെയുള്ള ബാർക്കോഴയിലെ ആരോപണങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു. ബിജു രമേശിന്റെ ആരോപണങ്ങളിൽ തനിക്ക് ഭയമില്ലെന്നും നേരത്തെ തന്നെ ബിജു രമേശിനെതിരായ നിയമ പോരാട്ടം ആരംഭിച്ചതാണെന്നുമായിരുന്നു ഇതിന് കെ ബാബുവിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി. ഏതായാലും ഇന്നലെ ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം കെ എം മാണി രാജിവെച്ചെങ്കിൽ പോലും രാജിക്ക് ശേഷമുള്ള മറ്റു കാര്യങ്ങൾ, ഭാവി കാര്യങ്ങളെ കുറിച്ചുള്ള സജീവ ചർച്ചകൾ ഇവിടെ തലസ്ഥാനത്ത് പുരോഗമിക്കുക തന്നെയാണ്. ക്ലിഫ് ഹൗസും ഒപ്പം തന്നെ കെ എം മാണിയുടെ ഔദ്യോഗിക വസതിയായ പ്രശാന്തി കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രധാന ചർച്ചകളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത്.